ഹായ് ഗൈസ്, ഇറ്റ്സ് മീ റേപ്പി. ഹായ് ബ്രോസ്, ഹൗ ആർ യു ഗൈസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മാർക്കോ മൂവി ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹിന്ദിയിലും ഡബ് ചെയ്തിട്ട് റിലീസ് ചെയ്തു. നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ ഉണ്ണി മൂന്നൻ കരിയറിന് കൊള്ളാം കുറച്ച് വെള്ളം വേഴ്സസ് സീക്രട്ട് ഏജന്റ്. എന്താണ് ബെന്നോ അവന്റെ രണ്ട് ടൈമിന്റെ കൽസത്ത് നോക്കിയല്ലോ, ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് നമുക്ക് ആദ്യം തൊട്ട് വരാം. ഓക്കെ, ഈ സംഭവം ഈ പ്രശ്നമൊക്കെ എങ്ങനെ ഉണ്ടായത് പറഞ്ഞാൽ മാളികപ്പുറം പറഞ്ഞൊരു പടം ഇറങ്ങിണ്ടായിരുന്നു ഉണ്ണിയും മൂന്നൊക്കെ. ഞാനും കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫുള്ളായി കണ്ടില്ല. അത് ഭയങ്കര ഫേമസ് ആയി ഓടിക്കൊണ്ടിരുന്നു, അത് നന്നായി ഓടി. ഓക്കെ, അപ്പൊ അതിന്റെ നമ്മുടെ യൂട്യൂബേഴ്സ് ഒക്കെ കുറച്ച് റിവ്യൂസ് ഒക്കെ പറയല്ലോ, ഉണ്ണി വ്ളോഗ്സ്, സീക്രട്ട് ഏജന്റ്, ഷസാം, എല്ലാവരും എല്ലാവരും കൂടെ റിവ്യൂ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞവര് കുറച്ച് പേരുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ്, ഉണ്ണി വ്ളോഗ്സ്, അവരൊക്കെ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞു. പക്ഷെ നെഗറ്റീവ് റിവ്യൂസ് നിറയെ പടത്തിന് പറയണത് പതിവാണ്. ഇതിനെന്താ ഒരു ട്വിസ്റ്റ് പറഞ്ഞാൽ, നെഗറ്റീവ് മൂവീസിനൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ട് പോകും, അതാണ് പതിവ്. പക്ഷെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞപ്പോ ഒരു ട്വിസ്റ്റ് ആയിട്ട് ആ പടത്തിന്റെ ഹീറോ ആയ ഉണ്ണി മൂന്ന് വന്നിട്ട് നമ്മുടെ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ആളെ തെറി വിളിക്കലും അടിയും മുടിയും വാക്കുവാദങ്ങളൊക്കെ ആയി. ഓക്കെ, അതിന് അങ്ങനെ ഒരു സംഭവിച്ച ഒരാളിനെ വിളിച്ചു. വിളിച്ചിട്ട് ഭയങ്കര വാക്ക് തീർക്കുമായി, തെറി വിളിച്ച് ഭയങ്കര ഒരു കോൺവെർസേഷൻ, ഒരുമാതിരി കോൺവെർസേഷൻ പോയി. അങ്ങനെ പോയ വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ്. ഓക്കെ, സീക്രട്ട് ഏജന്റ് നമ്മുടെ അയാട്ടിനെ വാടക പുറത്ത് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞപ്പോൾ വിളിച്ചിട്ട് തെറിയും പൂരമൊക്കെ ആയി, എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ അവര് തമ്മിലൊരു എന്താ പറയാ, ഒരു ഒരസൽ. അപ്പൊ തൊട്ട് ഒരു ഒരസൽ ഉണ്ടായിരുന്നു. പിന്നെ വേറെ യൂട്യൂബേഴ്സിന് ഒരു ഒരസലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഓക്കെ, ഉണ്ണിമൂന്നൻ പറയുമ്പോൾ ഭയങ്കര കൊല്ലങ്ങളായിട്ട് കുറച്ച് കഷ്ടപ്പെടുന്ന ഒരാളാണ്, വ്യക്തിയാണ്. ഓക്കെ, മൂവി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അത്രയൊക്കെ അറിഞ്ഞു പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, മൂവി ബാക്ക്ഗ്രൗണ്ട് നല്ല വലിയ ബാക്ക്ഗ്രൗണ്ട് എന്നാ വരുന്നത് പറഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയാം. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരുടെ അണ്ടർ ഡോഗ് ആണ്. എല്ലാവർക്കും ഒരു അണ്ടർ ഡോഗ് വന്നിട്ട് ഭയങ്കര ഡെവലപ്മെന്റിലാകുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെയല്ലേ. ഒന്നും ഇല്ലാത്ത ഒരാൾ വ്യക്തി വന്നിട്ട് നല്ല സഹായിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാണാൻ. കമ്മിങ് ടു ദ മാറ്റർ, അങ്ങനെയാണ് പ്രശ്നങ്ങളായി. ഇപ്പോ മാളികപ്പുറം ഭയങ്കര ഹിറ്റ് ആയിരുന്നു. പിന്നെ അത്ര ഫേമസ് ആയ മൂവി ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണി മൂന്നിന്റെ. മിക്കായൽ പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം നല്ല പടമാണെന്ന് തോന്നുന്നു. എനിക്കത് കുറച്ച് ദിവസം കാണാൻ പറ്റിയിരുന്നു. അതിൽ വന്നിട്ട് നിമി പോളിയാണ് ഹീറോ. അതിൽ വില്ലൻ ക്യാരക്ടറാണ് മാർക്കോ പറഞ്ഞൊരു ക്യാരക്ടർ, ഉണ്ണി മൂന്നൻ. ആ മൂവിന്റെ സ്പിൻ ഓഫ് മൂവിയാണ് നമ്മുടെ മാർക്കോ. ഓക്കെ, അത് ഭയങ്കര ഡമ്മി വില്ലനായിട്ട് കാണിക്കും ആ മൂവിയിൽ. അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് എങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ, ആ മൂവിയിൽ ആ ക്യാരക്ടർ നോക്കി നിങ്ങൾക്ക് അറിയും എത്രത്തോളം. ഇതിലും മാർക്കോ പറഞ്ഞ ക്യാരക്ടർ ഇല്ലേ, ഫസ്റ്റ് സംസാരമൊന്നുമില്ല, ഫസ്റ്റ് വെട്ടി ഹാർട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് സംസാരിക്കുമോ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതില് അത്ര ഗുമ്മൊന്നുമില്ല. ഓക്കെ, അതിന് കാരണം സ്പിൻ ഓഫ് ആണ്. പക്ഷെ ഏത് യൂണിവേഴ്സിലും ഏത് മൾട്ടിവേഴ്സിലാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോ ഈ മൂവിക്ക് നമ്മുടെ സീക്രട്ട് ഏജന്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അഫ്കോഴ്സ് ഒപ്പീനിയൻസ് ഒക്കെ എല്ലാവർക്കും ഡിഫറെന്റ് ആവുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ പറഞ്ഞു. അപ്പോ എന്താ ഒരു സംഭവം, ഇതിൽ ട്വിസ്റ്റ് എന്താ പറഞ്ഞു വെച്ചാൽ, ഈ മൂവി ഭയങ്കര ഹിറ്റാണെന്ന് തുടങ്ങി. കയറി അടിച്ച് കയറി നോർത്ത് ഇന്ത്യ വരെ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പിടിച്ചിട്ട് ഊക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുക. എന്താ പറഞ്ഞാൽ, അരിയണ്ണൻ എയറിലാണ്, സീക്രട്ട് ഏജന്റ് എയറിലാണ്. കാരണം എന്താ പറഞ്ഞു വെച്ചാൽ, ആ മൂവി ഹിറ്റായ കാരണമാണ്. ഓക്കെ, പ്രാക്ടിക്കലായി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് ഈ മൂവി നന്നായിട്ടില്ലെങ്കിൽ, ഈ മാർക്കോ പറഞ്ഞ ഒരു മൂവി നന്നായിട്ടില്ലെങ്കിൽ, ഒരു ബിലോ ആവറേജ് മൂവിയാണെങ്കിൽ ഈ റിവ്യൂ അത്ര ഫേമസ് ആവില്ല. മൂവി ഭയങ്കര ഹിറ്റായി, പറഞ്ഞത് നെഗറ്റീവ് റിവ്യൂ ആയ കാരണം ആ വീഡിയോ ഹിറ്റായി, ആ ബണ്ണ് കടിച്ച വീഡിയോ ഹിറ്റായി, ആളും ഭയങ്കര ഒരുമാതിരി എല്ലാവരും ഇട്ട് നോക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ പോലെ വേണ്ടത്. പക്ഷെ നമുക്കറിയാമല്ലോ സോഷ്യൽ മീഡിയ, അപ്പോൾ എന്തിനൊക്കെ എന്റർടൈൻമെന്റ് എല്ലാവർക്കും വേണമല്ലോ. അപ്പോൾ അതിന് സംഭവങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്റെ ഒരു കാണുമ്പോൾ എനിക്കൊരു തോന്നല്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മൂവി ഇഷ്ടപ്പെട്ടു പറഞ്ഞ കമന്റ്സ് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അറിയാം, ഈ വീഡിയോ കാണുന്നവർക്ക്. ഇതിനു മുമ്പ് ഞാൻ മാർക്കോ റിവ്യൂ പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഏകദേശം ഒരു 400+ വ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതെല്ലാം പറഞ്ഞ സംഭവം തന്നെ ഇതിലും പറയുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവി. ഓക്കെ, അതുവരെ ഇങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ടില്ല, അത്ര വയലൻസ് ഉള്ള മൂവി. എന്റർടൈനിങ് ഓൾസോ. എനിക്ക് ഈ വെസ്റ്റേൺ കൾച്ചർ കാണിക്കുന്ന പോലെ ഒരു മൂവി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ എം എ ഡേ ഫാൻ ഓഫ് ജോൺ വിക്ക്. ഓക്കെ, ഏകദേശം ജോൺ വിക്കിന്റെ ഒരു ചായം കൂടി ഉണ്ട് ഈ മൂവിയിൽ. എന്നാലും ജോൺ വിക്ക് മൂവിയിലെ 1, 2, 3, 4 4 പാർട്ടുണ്ട്. അതിനേക്കാളും വയലൻസ് നിറഞ്ഞ ഒരു പടമാണ് മാർക്കും. എത്ര പേര് കാണാറുണ്ട് പറഞ്ഞാൽ കണ്ടിട്ട് അതൊരു അഭിപ്രായം പറയാം കമന്റ് ബോക്സിൽ. യാ വേറെ ഏതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കമന്റ് ബോക്സിൽ കാര്യം ചെയ്തിരിക്കും, ഉപദ്രവിക്കാണ്ടിരിക്കുക. അതാണ് എനിക്ക് എന്റെ പഞ്ചായത്ത് കിട്ടിയ ഒരു സംഭവം പഴഞ്ചൊല്ലി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഈ വീഡിയോ ക്വാളിറ്റിക്ക് എങ്ങനെയുണ്ട് പറയാ. അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ യുറേബി. ബൈ ബ്രോസ്, ലവ് യു ഗായ്സ്.